ഇന്ന് ജീവിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ, ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഈ അഘോരി എന്നുള്ളത്. കഥയല്ല, കവിതയല്ല, തിരക്കഥയല്ല, ഇത് എന്താണ് വിഷയം? മാത്രമല്ല ഇത് ഡിറ്റക്റ്റീവ് ടൈപ്പിലാണ്. ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഇറക്കി 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 കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരുപാട് മുൻപൊക്കെ ഒരു 22 വയസ്സ് വരെയൊക്കെ നല്ല വായനക്കാരനായിരുന്നു. പിന്നീട് മറ്റുള്ള ജോലികളൊക്കെ വായന പറഞ്ഞു. പക്ഷെ ഇത്രയും ഭംഗിയായിട്ട് ആചാര്യൻ്റെ ഒരു പുസ്തകം കയ്യിൽ കിട്ടിയിട്ട്, അതും ഞാൻ ഇതുപോലെ തന്നെ കൊറിയർ വഴി ചോദിച്ചു എവിടെ നിന്നാണ് കിട്ടും, അപ്പോൾ പറഞ്ഞു കൊറിയർ വഴി. ഇന്ന് കൊടുത്തു, മറ്റന്നാൾ അതിൽ 2 ദിവസം കൊണ്ട് അതിൻ്റെ പുസ്തകം കിട്ടി. അന്ന് തന്നെ പൊളിച്ച് വായിച്ചു. ഇത്രയും ഭംഗിയായിട്ട് അതിലെ ഓരോ വരികളും, പിന്നെ തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ അതിൽ ആ ഒരു തുടക്ക വരിക ഹിമാലയൻ സാധനങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ അവസാനം ഓരോ വർണ്ണനയിലെത്തിയിട്ട് ഓരോ ആൾക്കാരുടെയും ജീവിതാനുഭവങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് തരംതിരിച്ച സമയത്തുള്ളൊരു സുഖം അത് വായിക്കുമ്പോഴേ കിട്ടുള്ളൂ. ഏതായാലും നന്നായിട്ട് എല്ലാവരും വായിക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പുസ്തകത്തെ എല്ലായിടത്തും ലോകമെമ്പാടും എത്തിക്കണം. കാരണം ഇതിൻ്റെ പിറകിലുള്ള ഒരു ഇത്രയും വരികളിലൂടെ നമുക്കൊന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ അറിയാം. ഇന്ന് മൊബൈലിൽ ടൈപ്പ് ചെയ്താൽ തന്നെ എത്ര വരികൾ എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും വർഷങ്ങളോടെ എടുത്തിട്ടുണ്ടാവും ഈ ഒരു ഗ്രന്ഥം ഇന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ എന്നിട്ട് തെറ്റുകൾ തിരുത്താൻ വേണ്ടി അവസാനം ആ മാൻകൈൻഡ് എന്ന് പറയുന്ന പബ്ലിക്കേഷൻസിൽ അവരോട് ഒരു നന്ദി പ്രത്യേകം പറയാനുണ്ട്. കാരണം നമ്മൾ വായിക്കണം, മക്കൾക്കും വായിക്കാൻ വേണ്ടി കൊടുക്കണം പരമാവധി. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഈ ഉപാസനയോടൊപ്പം തന്നെ ഈ പുസ്തകത്തിനെയും ഇതിൻ്റെയൊക്കെ അറിവുകളൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കണം. ഇപ്പം മയക്കുമരുന്നും മദ്യവും അതൊക്കെ വ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ നന്മയിലേക്ക് കൊണ്ടുപോകാം. ഒറ്റ വരി പറയാണ്, കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും നേരിടും, മേന്മ തന്നെ നശിച്ചാലും വിദ്യ തന്നെ മഹാ. അപ്പൊ അവർക്കെല്ലാം തോന്നൽ വരും. ഇവരെല്ലാം കൃത്യമായി ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരു കുണ്ടലിനി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഈ വൈബ്രേഷനുള്ള ആളുകൾ ചേരണം. അതിൽ കൂടുതൽ അറിവുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കും. നാളെ ഞാൻ ഈ ലോകത്തുനിന്ന് പോയാലും സമാധിയായിട്ട് പോയാൽ അടുത്ത ജനറേഷൻ ഈ ഗ്രൂപ്പ് ഗൈഡ് ചെയ്യും. ഇല്ല, ഇവരിൽ പല ആളുകളും മാനസിക രോഗികളായിട്ട് സെല്ലിൽ അടക്കപ്പെട്ട് കിടപ്പുണ്ട്. 100 കണക്കിന് ആളുകൾ. നിങ്ങൾക്കറിയോ, ബൈപ്പോളാർ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് സെല്ലിൽ അടച്ചു കിടക്കുന്ന ആളുകളൊക്കെ ഈ കുണ്ടലിനി റേസിംഗ് ഉള്ളവരാണ്. അതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനുമുള്ള ഇല്ലാത്ത കഴിവ് കേടുകൊണ്ടാണ് ഇങ്ങനെ അടച്ചിട്ടേക്കുന്നത്. അപ്പൊ അത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ് നാളെ അടുത്ത ജനറേഷൻ. അപ്പൊ അതാണ് ശക്തി, കുണ്ടലിനിയാണ്. അത് ഇതിലാണ് കാശ്മീരി ശൈവത്തിലാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. ഈ കാശ്മീരി ശൈവ സിദ്ധാന്തം ഇങ്ങനെ പഠിക്കണം പ്രാക്ടിക്കലായിട്ടില്ലേ, അപകടകരം കൂടാ അല്ലേ? ഇത് തിയററ്റിക്കലായിട്ട് പഠിച്ചാൽ തപാലി നീന്തൽ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചോട്ട് പറ്റുമോ? പുസ്തകം വായിച്ചെല്ലാം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ശാന്തവുമായ അണുവായ ശാന്തവുമായ ഇസ്ലോമൊക്കെ അങ്ങനെ പഠിച്ച് ഇപ്പൊ പറയും. പക്ഷെ ഇത് എന്തോ ഏതാ അങ്ങനെയുള്ളവരുണ്ട്. ശക്തി ചാലന സിദ്ധി, ശക്തി ഉണർത്തുന്നതിലൂടെ സിദ്ധികൾ ലഭിക്കുന്നു. പല സ്കില്ലുകളും, സംഗീതത്തിന്റെ സ്കില്ല്. ശരിക്കും പണ്ടൊക്കെ എങ്ങനെയാണ് ശില്പകല ചെയ്യുന്ന തച്ചന്മാരായിട്ടുള്ള ആളുകളുണ്ട്. മക്കൾ അവരെക്കാൾ വലിയ ശില്പകല ചെയ്യുന്ന ആൾക്കാരായിട്ടില്ല. തലമുറകളായിട്ട് അവർ ശില്പകല ചെയ്യുന്ന ആളുകളാണ്. തലമുറകളായിട്ട് വൈദ്യം ചെയ്യാൻ വൈദഗ്ധ്യമുള്ളവരുണ്ട്. തലമുറകളായിട്ട് സംഗീതം കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അതെങ്ങനെയാണ്? സത്യത്തിൽ അവരുടെ മുതിർന്ന തലമുറയിലുള്ള ആളുകൾ അവരുടെ അടുത്ത ജനറേഷന് കൊടുക്കുന്ന ആ ദേവതയാണ്. ഒരു ഉപാസന ഉണ്ടാകും, രഹസ്യമായിരിക്കും. ഈ രഹസ്യ ഉപാസന അടുത്ത തലമുറയ്ക്ക് ചെവിയിൽ പറഞ്ഞു കൊടുക്കും. അടുത്ത തലമുറയെ പഠിപ്പിച്ചിട്ടാണ് നേരത്തെ ആളുകൾ. അവരിതിനെ പരിപാലിക്കുന്നത് കൊണ്ട് അവർക്കും ആ സ്കിൽ അതുപോലെ. ചില ആളുകളുണ്ട് കൃത്യമായി ഈ കൂടോത്രം കുഴിച്ചിട്ടാക്കി എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരും കൊണ്ട് വരും, ഇവിടെ കുഴിക്കാൻ പറയും, കുറച്ച് മണ്ണെടുക്കും, അപ്പുറത്ത് പോയി ഇവിടെ കുഴിക്കാൻ പറയും. അവർക്ക് തോന്നുന്നു, അവർ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് തോന്നുന്ന സ്ഥലത്ത് കുഴിക്കും. ഈ മണ്ണെല്ലാം കൂടെ കൊണ്ടുവന്ന് ബക്കറ്റ് ഇട്ട് അളക്കുക. അവർ കുഴിക്കത്തില്ല, നിങ്ങൾ വേറെ വെച്ചോ. അവർ കുഴിക്കത്തുന്നില്ല. ദൂരെ മാറി വെച്ച് അവർ കുഴിക്കും, ഇളക്കിട്ട് അത് അവിടെ ഒഴിക്കാൻ പറയും. മഞ്ഞളും എല്ലാം തകട് ഒഴിക്കും. എടുക്കുമ്പോൾ അതിനകത്തിൻ്റെ തകട് മറ്റേ ആളുകളുടെ എഴുതി തകട്, മറ്റേ മുടി എല്ലും അതൊക്കെ കുപ്പിക്കകത്താക്കി വെച്ച സാധനങ്ങൾ ഇതെല്ലാം പഠിക്കും. ഇത് മാറ്റുന്നത് നമ്മുടെ ദുരിതവും മാറും. ആ തലമുറയായിട്ട് ചെയ്യുന്നവരുണ്ട്. കാര്യം ടെക്നിക്ക് പറഞ്ഞു കൊടുക്കും. ദേവതയുണ്ട്. ഈ ദേവത ഇത് പഠിപ്പിച്ചു. എൻ്റെ വീട്ടിലും വന്നങ്ങനെ എടുത്തവരുണ്ട്. ഞാൻ ചില വീട്ടിലൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ എടുത്തിട്ടുണ്ട്. അത് അവർക്ക് മാത്രമേ ആ ദേവത അവരുടെ സിദ്ധിയാണ്. വേറെ ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. ഓരോരുത്തർക്കും ഓരോന്നല്ലേ സ്കില്ല്.
എല്ലാവർക്കും എല്ലാത്തിലും കഴിവുണ്ട്, ഉണ്ടോ? അപ്പോൾ സംഗീതം അങ്ങനെ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ശില്പകലയുടെ കാര്യം പറഞ്ഞു, ആ ദേവതയാണ്. അതാണ് പറഞ്ഞത് ശക്തി പരമാദേവത, ശക്തി ചാലന സിദ്ധി എന്ന് പറയുന്നത് അല്ലെ. ശക്തി പരമാദേവത, ശക്തിയാണ് ഏറ്റവും പരമമായ ദേവത. ആദിപരാശക്തി എന്ന് പറയുന്ന ത്രിപുരസുന്ദരിയാണ് ഏറ്റവും പരമമായ ദേവത. ത്രിപുരസുന്ദരി ഉപാസനയുള്ളവന് മറ്റൊന്നും വേണ്ട. ശക്തിയുടെ പല ഭാഗങ്ങളാണ്, സൃഷ്ടി സംഹാരങ്ങൾ എല്ലാം ഉള്ളത്. മൂന്നാം അധ്യായത്തിലെ ചില ശ്ലോകങ്ങൾ, ശിവശക്തി സാമരസ്യം പരമം തത്വം. ശിവനും ശക്തിയും ഒരു തത്വത്തിൽ ലയിക്കുമ്പോഴാണ് പരമമായ തത്വമായ സമാധിയുടെ ആനന്ദ അനുഭവം, ഏറ്റവും ഉയർന്ന അനുഭവം ഉണ്ടാകുന്നത്. തയോ ഐക്യേ ലയം വ്യാധി ജഗത് സർവം. ഈ പ്രപഞ്ചത്തില് ശിവശക്തി സംയോഗത്തിലാണ് ഇതെല്ലാം ഇങ്ങനെ കാണപ്പെടുന്നത്. ശരിയായ അളവിലുള്ള ബോധവും ശരിയായ അളവിലുള്ള ശക്തിയും ഉണ്ടാകുമ്പോഴാണ് സൃഷ്ടി നടക്കുന്നത്. നമുക്ക് ക്രിയേറ്റീവ് ആവണമെങ്കിൽ, ഒരു കാര്യം, ഒരു ചിത്രം വരയ്ക്കണമെങ്കിലും ഒക്കെ ശരിയായ ബോധം, ഒരു പാട്ട് പാടണമെങ്കിൽ ശരിയായ ബോധവും വേണം, ശക്തിയും വേണം. ഇതൊന്നും കൂടി ഒന്ന് കുറയുകയും ചെയ്താൽ ഇതിൻ്റെ ബാലൻസ് തെറ്റിക്കഴിഞ്ഞു, ആ സൃഷ്ടി നടക്കത്തില്ല. അങ്ങനെ കാശ്മീരി ശൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ദിവസം കൊണ്ട് തീരുന്ന പദ്ധതിയെല്ലാം നിൽക്കറിയാം. വലിയൊരു പദ്ധതിയാണ്. അതിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട പ്രായോഗികമായി നമുക്ക് പ്രയോജനപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉപാസനയായി ബന്ധപ്പെട്ട് തിയററ്റിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുള്ളത് അത് പറഞ്ഞു. പിന്നെ വിശദമായി നമുക്കൊരു ദിവസം ക്ലാസ് വെച്ചിട്ട് ഈ 36 തത്വങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം, വിശദമായിട്ട് സംസാരിക്കണം. അതിനുള്ള ഉണ്ട്, അത് എളുപ്പം തീർക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ബേസിക്കലായി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എന്താണ് ശാംഭവോപായം? ആണവോപായം എന്താണ്? അണുവുമായി ബന്ധപ്പെട്ടുള്ള ശരീരം വെച്ചുള്ള പരീക്ഷണങ്ങൾ, പൂജകൾ, പഞ്ചേന്ദ്രിയ പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ പ്രസന്റി നിൽക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ചിന്തകളില്ലാതാവും. മണിയടി സൗണ്ട് ശ്രദ്ധിക്കുമ്പോൾ ചിന്തയില്ലാതായി. ധൂപം, ദീപം, പുഷ്പം, മണം, ശ്വാസം, പ്രസന്റ്, വിഗ്രഹം, പഞ്ചേന്ദ്രിയങ്ങളെ വെച്ച് പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്നു. ശാക്തം എന്താണ്? ശാക്തോപായം പ്രാണന്റെ സഞ്ചാരഗതികൾ, ദേവതകൾ, ഇതെല്ലാം ശാക്തോപായം. ആണവോപായം, ശാക്തോപായം. ശാംഭവോപായം ബോധമുണർത്താൻ മെഡിറ്റേഷൻസ്. ഹലോ, മെഡിറ്റേഷൻ ശിവബോധത്തെ, ശിവോഹത്യാനമില്ലേ? എന്തോ അത് ശിവബോധത്തെ ശ്രദ്ധിക്കുക. പുറത്തോട്ടായിട്ടും നോക്കിയിരിക്കുന്ന ഇന്ദ്രിയങ്ങളൊക്കെ ആദ്യമൊക്കെ നമ്മൾ അകത്തോട്ട് നോക്കാൻ തുടങ്ങാം. ഉള്ളിലെന്താ? നമ്മൾ സെന്ററിലാണ് നിൽക്കുന്നത്. നമ്മുടെ അകത്തോട്ട് കൊണ്ട് പുറത്തോട്ട് കൊടുത്തു ലോകം. അപ്പൊ അകത്തോട്ട് ശ്രദ്ധിക്കുന്നു. അത് ചിന്തയല്ലത്, ബോധത്തെ ഒബ്സർവ് ചെയ്ത് അകത്തോട്ട് പോകുന്നു. ചിന്ത എക്സ്റ്റേണൽ പറയണം, മൈൻഡ് എക്സ്റ്റേണൽ പറയണം. ചിന്തിച്ചാൽ നമ്മൾ പുറത്തോട്ടല്ലേ പറയാം. എന്ത് ചെയ്യണം? പുറത്തോട്ട് വന്ന് മൊബൈൽ എടുക്കുന്നു, വിളിക്കുന്നു, പുറത്തോട്ട് പോവാം ചിന്തിക്കുമ്പോൾ. പക്ഷെ ഇന്ദ്രിയങ്ങളെ ബോധവുമായിട്ടാണ് ബന്ധം. ഇന്ദ്രിയങ്ങളുടെ അകത്തേക്ക് അന്വേഷിക്കും, ശ്രദ്ധിക്കും. ഓക്കെ, അതാണ് ശാംഭവോപായം. അനുപായം ഇതിൻ്റെയൊക്കെ ഒരു പാരമ്യമായ അവസ്ഥയിൽ കറക്റ്റ് സമയം എത്തുമ്പോൾ സമാധി കിട്ടും. അതിനുവേണ്ടി നമ്മൾ സ്വാഭാവികമായിട്ട് ലയിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളതാണ്. അതാണ് അനുപായം. ഉപായം ഒന്നും ഇല്ലാതിരിക്കുന്ന ഉപായമാണ് അനുപായം. ശാന്താവസ്ഥയിൽ, ധ്യാനാവസ്ഥയിൽ, ബേസിക്കലായിട്ടുള്ള ബോധാവസ്ഥയിൽ നിലകൊള്ളും. സമയമാകുമ്പോൾ ഇത് വെക്കാം. ക്ലിയർ ആയല്ലോ? അപ്പം അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ശ്ലോകങ്ങളും പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലാക്കുക, വേണ്ട കാണാതെ പഠിക്കുകയല്ല. ഈ ശ്ലോകങ്ങളൊക്കെ കാണാൻ പഠിക്കട്ടെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. കാണാൻ പഠിക്കാനുള്ള മൂലമന്ത്രവും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു നാം വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർത്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. സാധനപരമായിട്ടോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. സ്ഥാനം കിട്ടി, അപ്പൊ ശകലം മന്ത്രം കുറഞ്ഞാലും അവിടെ കുഴപ്പമുണ്ടോ? ഇല്ല. ഉപാസനാമൂർത്തികൾ എത്ര കൂടുതൽ ചോദിച്ചാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എന്ത് പറ്റും? എന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും കൂടെ വന്ന് ഒരേ കൂട്ട് നിന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ആവില്ലേ? സ്ട്രക്ചർ ഇല്ലാതായി പോകത്തില്ലേ? നമുക്ക് ശരിക്കും മോക്ഷം തരുന്ന വിദ്യയാണ് ഏറ്റവും പ്രാധാന്യം. അത് കഴിഞ്ഞ് ഒന്ന് പരദേവത പോലും പറയും.
അത് വേറൊരു വിഷയം. അപ്പൊ അതിനും ഇതിനൊക്കെ പ്രാധാന്യം ഒരുപോലെയാണെങ്കിൽ ഒരു സ്ട്രക്ചറലായിട്ട് ഉപാസിക്കണം. അതുകൊണ്ട് മോക്ഷവിദ്യയായ ത്രിപുരസുന്ദരി അല്ലെങ്കിൽ ശ്രീവിദ്യ ബാല തന്നെയാണ് ശ്രീവിദ്യ. സമാധിയാവുന്നവർ ബാല കൊണ്ട് മാത്രം സമാധിയാവുന്നവരുണ്ട്. മനസ്സിലാവുന്നു? മഹാഷോഡശിയിൽ ബാലയാണ് പ്രധാനമായിട്ട് വരുന്നത്. ശ്രീവിദ്യ തുടങ്ങുന്നതും ബാലയിൽ തീരുന്നതും ബാലയല്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പം ബാലയ്ക്ക് അത്രയും പ്രാധാന്യമാണ്. അപ്പൊ ബാല മോക്ഷവിദ്യ ആയതുകൊണ്ട് അത് പ്രാധാന്യം കൂടുതൽ കൊടുത്ത് ജപിക്കുന്നു. അല്ല, കൂടുതൽ എണ്ണം ജപിക്കുന്നു, കൂടുതൽ ഇത് ചെയ്യുന്നു. കുടുംബദേവത ആദ്യം ജപിക്കുന്നു. അപ്പൊ ആ കൺഫ്യൂഷനിൽ മാറി. മാത്രമല്ല, എല്ലാത്തിനും ആദ്യം പരദേവതയെ വണങ്ങിയിട്ട് ബാക്കിയെല്ലാം ചെയ്യേണ്ടതെന്ന് പറയുന്നു. മനസ്സിലാവുന്നു? ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം സഹായിക്കാൻ പറ്റുന്ന പഞ്ചായത്ത് മെമ്പറിനാണോ നരേന്ദ്രമോദിക്കാണോ? ആ നരേന്ദ്രമോദി സഹായിച്ചെങ്കിലേ ഇവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരദേവതയെ ആദ്യം വിളിക്കും. എന്നിട്ട് നമുക്ക് ത്രിപുരസുന്ദരി മോക്ഷം കാര്യങ്ങളൊക്കെ പ്രാധാന്യം കൊടുത്ത് വിശദമായിട്ട് ഉപാസിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ മോക്ഷവിദ്യയായ ശ്രീവിദ്യ ബേസ് ആക്കിക്കൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്, എനിക്ക് ജീവന് ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു പ്രൊട്ടക്ഷൻ വേണം, എനിക്ക് ബാധോപദ്രവം കൂടുതലുണ്ട്, മറ്റുള്ളവർ എനിക്കെതിരെ ആഭിചാരം ചെയ്തിട്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും ജപിക്കാനും വയ്യാത്ത അവസ്ഥയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കുടുംബപരദേവതയായ ഭദ്രകാളിയാണെങ്കിൽ, ഇനി കുടുംബപരദേവത അല്ലെങ്കിലും ഭദ്രകാളി ഉപാധി ഉണ്ടെങ്കിൽ അതിനൊന്നും പൂജ കൊടുക്കും. ദേവാലയം ഉണ്ടെങ്കിൽ നമ്മൾ അതിനും കൊടുക്കണം. അതൊക്കെ വിജയിച്ചാൽ മതി. ആവാഹിക്കുന്ന എന്തിനാ? ആ ഉപാധി ഉള്ളതല്ലേ? ഉപാധി ഉള്ളതിനാണ് എപ്പോഴും പ്രാധാന്യം. ഉപാധി ഉള്ളതിനാണ് എപ്പോഴും പ്രാധാന്യം. നിങ്ങൾ ജപിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു എനർജി, നിങ്ങളോട് കൂടുതൽ ആളുകൾ വന്നിട്ട് അവരുടെ വിഷമം പറയാൻ തുടങ്ങും. അപ്പോൾ ആ ഇടയിൽ എന്നെ നോക്കിയിരിക്കുമായിരുന്നു, എനിക്കാണെങ്കിലേ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെ. അപ്പം നമുക്ക് പോസിറ്റീവ് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പം നമുക്കൊരു സുഖം കിട്ടും. തെറ്റില്ല, നല്ലതാണ്, ചെയ്യേണ്ടതാണ്. താങ്ങാവുന്ന എനർജി മാത്രമേ നമ്മൾ എടുക്കാവൂ. നെഗറ്റീവ് എനർജി മനസ്സിലാവും. അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു 2 മിനിറ്റ് സംസാരിച്ചാൽ നമ്മൾ ചിലപ്പോൾ 4 ദിവസം ചെയ്ത എനർജി അവർ സക്തി ചെയ്യും. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ളവർ കാണും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെയുള്ളവർ കാണും. അവർ ചിലപ്പോൾ മനഃപൂർവ്വമല്ല, നമ്മളെ ഉപദ്രവിക്കാനൊന്നുമല്ല, അവർക്ക് എനർജി ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നു? അപ്പൊ ഒന്നുകിൽ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കാതിരിക്കുക. 2, സംസാരിക്കേണ്ടി വന്നാൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മളുടെ എനർജി ചോർന്നു പോകുന്നതിനെ കുറിച്ച് ബോധവാനായിരിക്കണം. എത്ര അളവിൽ പോകുന്നുണ്ട്, അത് ഇത്ര അളവ് വരെയൊക്കെ കൊടുക്കാം എന്നുള്ളിൽ വെച്ചിട്ട് ആ അളവ് എത്തിക്കഴിയുമ്പോൾ കട്ട് ചെയ്യാം. പിന്നെ സംസാരിക്കാൻ പറയും. നാളെ ഞാൻ കുറച്ചുകൂടെ എനർജി എടുത്തിട്ട് വരട്ടെ, അത് പറയണ്ട, ഞാൻ കുറച്ചുകൂടെ എനർജി എടുത്തിട്ട് വന്നിട്ട് നാളെ സംസാരിക്കാം. ഇന്നിത്രേ ആകത്തുള്ളൂ, ഇന്നിത്രയുള്ള കപ്പാസിറ്റി ഉള്ളൂ. മനസ്സിലായോ? നമ്മള് അത് മാത്രമല്ല, ഇതിലുണ്ടോ, അത് ചിലപ്പോൾ വഴക്കിട്ടിട്ടായിരിക്കാം, ചിലപ്പോൾ കരഞ്ഞ് വിഷമിച്ചിട്ടായിരിക്കാം. നമ്മളൊരു കരഞ്ഞ് പറയും, നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളോട് സംസാരിക്കും, നമ്മുടെ കുറച്ച് എനർജി കിട്ടുമ്പോൾ അവർക്കൊരു ആശ്വാസമായി. പിന്നെയും എനർജി എടുക്കാൻ പറയും, നാളെ ബാക്കി. ഇനി അതല്ല, വഴക്ക് കാണിക്കും. നമ്മൾ വഴക്കിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരാശ്വാസം പറയാം, ഇന്ന് ഇത്രയുണ്ട്, നാളെ അധികം. നമ്മുടെ വീട്ടിൽ തന്നെ ആണ് ചിലപ്പോൾ പറയും. അപ്പം നമ്മള് കാരണം വഴക്കിടുന്നതിലൂടെ എനർജി കിട്ടുന്നവരുണ്ട്. ചില വീട്ടുകാരായാലും പലരും NPD ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മളെ കുത്തി വേദനിപ്പിച്ചില്ലെങ്കിൽ അവർക്കൊരു ആശ്വാസം കിട്ടത്തില്ല. നമ്മുടെ ദുഃഖം കാണുന്നതാണ് അവർക്ക് എനർജി. മനസ്സിലാവുന്നോ? അപ്പൊ അവരിങ്ങനെ കുത്തി വേദനിപ്പിക്കും. അപ്പൊ നമ്മൾ വേദനിപ്പില്ലെങ്കിൽ അവരുടെ എനർജി അവരിലേക്ക് വന്നിട്ട് അവർക്ക് ഇറക്കി ദേഷ്യം സങ്കടം വന്ന് കൂടുതൽ ഉപദ്രവിക്കും. അപ്പൊ കുറച്ച് കരഞ്ഞ് കാണിക്കണം. കുറച്ച് എനർജി കിട്ടും.
ഇങ്ങനെ നിൽക്കുന്നു. ഇല്ലെങ്കിൽ ഇത് മനസ്സിലാവത്തില്ല. അപ്പം പുറത്തുള്ള ആളുകളുടെ മുന്നിൽ ഒരുപാട് സന്തോഷം കാണിക്കരുത്. അവർക്ക് ദേഷ്യം വരും, അകന്നു പോവും. തമാശ പറയുന്നത് സത്യമാണ്. നമ്മൾ തിരിച്ചൊക്കെ പെറ്റെയ്യുന്ന പനി പിടിക്കല്ല വണ്ടിയിൽ വൈകും. നമ്മൾ തിരിച്ചുകൊണ്ട് അവിടെ നടപ്പുണ്ടോ മനുഷ്യനോട് ബുദ്ധിമുട്ടി ജീവിക്കുമ്പോൾ എന്താ അറിയുന്നില്ല. ചില പറയും എന്നോട് എല്ലാവർക്കും ദേഷ്യമാണ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ എന്തിനാ ഒന്നും ചെയ്യേണ്ടത്? നിങ്ങൾ തിരിച്ചുകൊണ്ട് നടന്നാൽ മതിയല്ലോ. ആളുകളുടെ ഒക്കെ ദുഃഖത്തിന് കാരണം ഞാനിങ്ങനെ ദുഃഖിക്കാൻ കാരണം സന്തോഷിച്ച് നടക്കുന്നവരാണെന്ന് തോന്നുന്നു. കാരണം ഓപ്പോസിറ്റ് ശത്രുപക്ഷത്തിരിക്കുന്ന ആരാ? ശത്രുവല്ലേ എപ്പോഴും ചിരിക്കുന്നത്. നമ്മളെ കുടിക്കുമ്പോൾ സന്തോഷം വരുന്ന ആൾക്കാർ, നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ സന്തോഷം വരുന്ന ആൾക്കാർ. അപ്പൊ അറിയാതെ തോന്നുവാണ് അവൻ ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടാണ്. അതുകൊണ്ട് ഫേസ്ബുക്കിലൊന്നും ആവശ്യമില്ലാതെ കാറ് വാങ്ങിച്ച് വീട് വെച്ച് സൈറ്റൊക്കെ ഇട്ട് കാണിച്ച് പിറ്റേന്ന് പനി പിടിക്കും, വണ്ടിയൊന്നും വീഴും. കൊച്ചിനെങ്കിലും ഒരു പനി വരാതിരിക്കും. കൊച്ചിന് പനി വരും, നമുക്ക് വിഷമാവത്തില്ലല്ലോ. നമുക്ക് പോട്ടെ, നമ്മൾ ജനിച്ചിരിക്കുക, ഒരു ഭാഗം ഏക്കത്തില്ല, ഒരാൾക്കും ഏക്കത്തില്ല. പക്ഷെ കൊച്ചിന് 4 ദിവസം പനിയായിട്ട് നമ്മുടെ പകുതി ജീവനങ്ങ് പോകും. മനസ്സിലാവും. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊരു ഹോം തിയേറ്റർ വെച്ച് എല്ലാവരും വിളിച്ച് കാണിച്ചു. ഒരാഴ്ച പനി പിടിച്ച് കിടന്നു. അപ്പൊ നമ്മൾ എനർജി സക്സേഷനെ കുറിച്ച് നമ്മുടെ പ്രാണമയ കോശത്തിൽ ജീവിക്കാൻ തുടങ്ങണം. പ്രാണമയ കോശത്തിൽ ഉണരുക